ക്ലാസ് 7 ഖുർആൻ പഠനം ലെസൺ 1. ഒന്ന്, വസിയ കുർസിയഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹങ്കാരം, അധികാരം, കീഴ്വണക്കം, ഇബാദത്ത്. ഉത്തരം ബി, അധികാരം. കുർസിയഹു അധികാരം. 2, അന്വേഷണത്തിലൂടെയും പഠനത്തിലൂടെയും ഒരാൾക്ക് ബോധ്യപ്പെടേണ്ടതാണ് ദീൻ. ഇതിന് അനുയോജ്യമായ ആയത്ത് ഏത്? ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് ലാ തഖുദുഹു സിനത്തും വലാ നൗം ലാ ഇക്റാഹ ഫിദ്ദീൻ വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ഉത്തരം സി, ലാ ഇക്റാഹ ഫിദ്ദീൻ. 3, എല്ലാത്തിനെയും നിയന്ത്രിച്ച് ഏറ്റവും സമർത്ഥമായും വിപുലമായും കൈകാര്യം ചെയ്യുന്നവൻ എന്നതിനെ കുറിക്കുന്നതാണ് അസീസ്, ഖയ്യൂം, അസ്ഹാബ്, ഖാലിദ്. ഉത്തരം ബി, ഖയ്യൂം. 4, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുദ്ദൈൻ, ആയത്തുൽ കുർസി, ആമന റസൂലു വഖളാ റബ്ബുക. ഉത്തരം ബി, ആയത്തുൽ കുർസി. 5, കുർസി എന്ന പദത്തിൻ്റെ ഉദ്ദേശം ആകാശം, ഭൂമി, സ്വർഗം, അധികാരം. ഉത്തരം ഡി, അധികാരം. കുർസി അധികാരം. 6, ആയത്തുൽ കുർസി ഏത് സൂറത്തിലാണ്? അൽ ബഖറ, യാസീൻ, അൽ കഹ്ഫ്, അൽ ഫുർഖാൻ. ഉത്തരം എ, അൽ ബഖറ. 7, ഇബാദത്തിന് അർഹനായവനെ വിളിക്കുന്നത് ആബിദ്, മാലിക്, ഇലാഹ്, ഇസ്ലാഹ്. ഉത്തരം സി, ഇലാഹ്. ഇബാദത്തിന് അർഹനായവൻ ഇലാഹ്. 8, അൽ ഉർവത്തിൽ വുസ്ക എന്നതിൻ്റെ അർത്ഥം ഉറപ്പുള്ള കയർ, കസേര, ദുർമാർഗം, സ്വർഗം. ഉത്തരം എ, ഉറപ്പുള്ള കയർ. 9, സത്യനിഷേധികളുടെ രക്ഷാധികാരിക്ക് ഖുർആൻ ഉപയോഗിച്ച പദം മുശ്രിക്, കാഫിർ, മുനാഫിഖ്, താഗൂത്ത്. ഉത്തരം ഡി, താഗൂത്ത്. താഗൂത്ത് സത്യനിഷേധികളുടെ രക്ഷാധികാരി. 10, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഖയ്യൂം എന്ന പദത്തിൻ്റെ അർത്ഥം അവൻ എന്നെന്നും ജീവിക്കുന്നവൻ, അത്യുന്നതനും മഹാനും, എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ. ഉത്തരം സി, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ. 11, അള്ളാഹുവിന് മാത്രമായ അധികാരങ്ങളും അവകാശങ്ങളും മറ്റാർക്കെങ്കിലും വകവെച്ചു കൊടുക്കുന്നുവെങ്കിൽ അത്തരം ശക്തികൾക്ക് പറയുന്ന പേര് വലിയ്, സുൽത്താൻ, മാലിക്, താഗൂത്ത്. ഉത്തരം ഡി, താഗൂത്ത്. 12, സത്യവിശ്വാസികളുടെ വലിയാണ് മലക്ക്, പ്രവാചകൻ, അല്ലാഹു, പിതാവ്. ഉത്തരം സി, അല്ലാഹു. സത്യവിശ്വാസികളുടെ വലിയാണ് അല്ലാഹു. 13, ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നതിൻ്റെ അർത്ഥം ദീനിൽ വേർതിരിവില്ല, ദീനിൽ ബലപ്രയോഗമില്ല, ദീനിൽ നിർബന്ധം ഉണ്ട്, ദീനിൽ ആർക്കും പ്രവേശിച്ചുകൂടാ. ഉത്തരം ദീനിൽ ബലപ്രയോഗമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലപ്രയോഗമില്ല. 14, മൻദല്ലദി യശ്ഫഉ ഇൻദഹു എന്ന സൂക്തത്തിൻ്റെ ആശയമാണ് അള്ളാഹു എല്ലാവർക്കും ശുപാർശ ചെയ്യാൻ അനുവാദം നൽകും. അള്ളാഹുവിൻ്റെ അനുവാദം ശുപാർശക്ക് ആവശ്യമില്ല.
അള്ളാഹു അനുമതി നൽകിയവർക്ക് ശുപാർശ ചെയ്യാനാകൂ. അള്ളാഹു അനുമതി നൽകാത്തവർക്കും ശുപാർശ ചെയ്യാം. ഉത്തരം: അള്ളാഹു അനുമതി നൽകിയവർക്ക് ശുപാർശ ചെയ്യാനാകൂ. 15. സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കുന്നു എന്നതിനെ കുറിക്കുന്ന പദം ലാ ഇക്റാഹ ഫിദ്ദീൻ വല്ലാഹു സമീഉൻ അലീം ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ് വഹുവൽ അലിയുൽ അലീം. ഉത്തരം സി. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. 16. ഉലായിക അസ്ഹാബുന്നാർ. ആരെക്കുറിച്ചാണ് ഈ പരാമർശം? താഗൂത്തുകളെ രക്ഷാധികാരികളാക്കിയവരെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പിൻപറ്റിയവരെക്കുറിച്ച്, സൽക്കർമ്മികളെക്കുറിച്ച്, നന്മയിൽ മുന്നേറിയവരെക്കുറിച്ച്. ഉത്തരം എ. താഗൂത്തുകളെ രക്ഷാധികാരികളാക്കിയവരെക്കുറിച്ച്. അവർ നരകവാസികളാണ്. 17. ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഏറ്റവും വലിയ അക്രമം ഏതാണ്? പിശുക്ക്, അസൂയ, ഏഷണി, ശിർക്ക്. ഉത്തരം ഡി. ശിർക്ക്. ശിർക്കാണ് ഏറ്റവും വലിയ അക്രമമെന്ന് ഖുർആൻ പറഞ്ഞത്. 18. വലിയൻ്റെ അർത്ഥത്തിൽ പെടാത്തത് രക്ഷിതാവ്, ഉറ്റമിത്രം, സഹായി, ആരാധ്യൻ. ഉത്തരം ഡി. ആരാധ്യൻ. വലിയ, ആരാധ്യൻ എന്ന അർത്ഥം അതിനില്ല. 19. അള്ളാഹുവിൻ്റെ കുർസിയുടെ വിശാലതയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്ത്? ആകാശങ്ങളോളം, മലയോളം, ആകാശഭൂമികളോളം, ഭൂമിയോളം. ഉത്തരം സി. ആകാശഭൂമികളോളം. 20. ത്വാഗൂത്തുകൾ മനുഷ്യരെ എവിടേക്കാണ് നയിക്കുന്നത്? യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്ത് വല്ലദീന കഫറു ഔലിയാഉഹുമുത് ത്വാഗൂത്ത് യുഖ്രിജുഹും മിനദ്ദുലുമാത്തി ഇലന്നൂർ ഉലൈക അസ്ഹാബുന്നാർ. യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്ത്. പ്രകാശത്തിൽ നിന്ന് അന്ധകാരങ്ങളിലേക്കാണ് ത്വാഗൂത്തുകൾ നയിക്കുന്നത്.